ആലപ്പുഴ മണ്ഡലം നോക്കാം എന്തായിരിക്കും സംഭവിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് പല പ്രത്യേകതകളുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് കെ സി വേണുഗോപാൽ, അതായത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അവിടെ വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹം പല ആവർത്തി അവിടുത്തെ MP ആയിരുന്നു, അവിടുത്തെ MLA ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു. കേരളത്തിലെ നേരത്തെ നമ്മൾ പറയുമായിരുന്നു ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ആ രീതി പറയുമ്പോൾ ഉമ്മൻചാണ്ടി ജീവനോടിരിപ്പില്ല, രമേശ് ചെന്നിത്തല കംപ്ലീറ്റ് ആയിട്ട് സൈഡ് ലൈനായി, സുധാകരൻ, VD സതീശൻ. അപ്പോൾ അവരെക്കാളും വളരെ വളരെ മുകളിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് കെ സി വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ സ്വീകരണം കൊടുത്തു. അദ്ദേഹം ഇന്നലെ റോഡ് ഷോ നടത്തി. വളരെയധികം പാർട്ടി പ്രവർത്തകരും വളരെ ആഹ്ലാദത്തിലാണ് എന്ന് കേരളത്തിലെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഈ വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അധികവും ആ ജില്ലയിൽ നിന്നും പുറത്തുള്ളവരാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായിരിക്കും അവിടെ ഇലക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്ന ഇമ്പാക്റ്റ്, അതായത് അവിടെ ആരാണ് ജയിക്കാൻ സാധ്യതയുള്ളത്? ഉറപ്പായിട്ടും കെ സി വേണുഗോപാലിന് ആലപ്പുഴ ശരിക്കും അറിയാം. അതേപോലെ അവിടുത്തെ സിറ്റിംഗ് MP, അതായത് CPMൻ്റെ ആരിഫ്, അപ്പോൾ അദ്ദേഹത്തിന് ആലപ്പുഴ മണ്ഡലത്തെ പറ്റി അവിടെ MLA ആയിരുന്നു, അവിടെ MP ആയിരുന്നു, അദ്ദേഹത്തിനും അറിയാം. പിന്നെ അവിടെ വന്നിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ, BJPയുടെ കാൻഡിഡേറ്റ്. ഇനി നമുക്കിത് അനലൈസ് ചെയ്യാം, ഈ മണ്ഡലം എങ്ങോട്ടായിരിക്കും നീങ്ങുന്നത്. ആലപ്പുഴക്കാരൊരിക്കലും മറന്നു കാണത്തില്ല BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ എത്ര ക്രൂരമായിട്ടാണ് SDPI, അതായത് PFI കൊന്നത്. അതേപോലെ തന്നെ PFIയുടെ ഒരു നേതാവിനെ ഷാൻ, അയാളെയും കൊല്ലുന്നു. അപ്പം ആ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലം നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഇലക്ഷൻ വരുന്നത്. അതിന് കാരണം ഈ രഞ്ജിത്ത് ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ട്രയൽ കോടതിയുടെ വിധി ഇതിൽ പങ്കെടുത്ത ഏകദേശം 14ഓളം പേര്, അതായത് ഫസ്റ്റ് ലോട്ട്, അവർക്ക് കൊടുത്തിരിക്കുന്ന ഡെത്ത് പെനാൽറ്റിയാണ്, ജീവപര്യന്തമല്ല, തൂക്കിക്കൊല്ലാൻ. അപ്പോൾ അവർ റിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അവിടെ മുസ്ലിം മൈനോറിറ്റി എന്ന് പറയുന്ന സംഭവം അവിടെ അതിനിർണായകമാണ്. പിന്നെ നിങ്ങൾ കണ്ടോണം, കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വന്നു എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ ചില സാറ്റലൈറ്റ് മീഡിയ, അതായത് പക്ക വർഗീയ സാറ്റലൈറ്റ് മീഡിയയും ഡിജിറ്റൽ മീഡിയയും കെ സി വേണുഗോപാലിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ആലപ്പുഴയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മുസ്ലിം പോളറൈസേഷൻ, റിലീജിയസ് പോളറൈസേഷൻ ഇലക്ഷനിലോട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം മറക്കാതെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, PFIയെ ബാൻ ചെയ്തപ്പോൾ അതിനനുകൂലമായിട്ട്, അതായത് PFIക്ക് അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത കേരളത്തിലെ ഒരേ ഒരു CPM നേതാവാണ് ആരിഫ്. ആരിഫിനെ പറ്റി പറയുന്നത് പോലും CPMക്കാർ പക്കാ സുഡാപ്പിയാണെന്ന്. അപ്പോൾ ഈ ഒരു ടേംസും റെഫറൻസും ഇവർ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും റിലീജിയസ് പോളറൈസേഷൻ എത്രമാത്രം പ്രാധാന്യം ഉണ്ടാകുമെന്ന് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതായത് ആലപ്പുഴയിലെ മുസ്ലിങ്ങൾ ബ്ലോക്കായിട്ട് ആരിഫിനെ ജയിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഇത് വിസിബിൾ ആകുമ്പോൾ, അതായത് റിലീജിയസ് പോളറൈസേഷൻ ആലപ്പുഴയിൽ വിസിബിൾ ആകുമ്പോൾ CPMന് വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഈഴവർ അവരേത് രീതിയിൽ ചിന്തിക്കുമെന്നുള്ളതാണ് അടുത്ത പോയിന്റ്. കാരണം ഈ രീതിയിൽ ആരിഫിനെ പിന്തുണയ്ക്കുന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ CPMന് വോട്ട് ചെയ്യുന്ന പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള ഈഴവർ കെ സി വേണുഗോപാൽ വോട്ട് ചെയ്യുവോ, ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യുവോ, ഈ രീതിയിലോട്ടാണ് പോളറൈസേഷൻ പോകുന്നത്. അതേപോലെ ഞാൻ അവിടെ ജാതീയ പോളറൈസേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കെ സി വേണുഗോപാൽ നായരാണ്, ശോഭാ സുരേന്ദ്രൻ ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെ ഒരു പോളറൈസേഷൻ വരുമ്പോൾ അവിടെ ആരിഫ് ജയിക്കുവോ, കെ സി വേണുഗോപാൽ ജയിക്കുവോ, അതോ അവിടെ കറുത്ത കുതിരയായിട്ട്, അതായത് ഡാർക്ക് ഹോഴ്സ് ആയിട്ട് ശോഭാ സുരേന്ദ്രൻ മാറുമോ, ഇതൊക്കെ അവിടുത്തെ ഘടകമാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പിന്നോക്ക രീതിയിലുള്ള ഒരു ജില്ലയാകാനുണ്ടായ കാരണം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്.
അവിടെ ടൂറിസം എന്ന് പറയുന്നത് ആകെ മാത്രമാണ് ആകെ ഒരേ ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത്. കാരണം മറ്റുള്ള എല്ലാ തൊഴിൽ സംഭവങ്ങളും അത് പൂട്ടിപ്പോയി. ഈ ഹൗസ് ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് കൂടുതൽ ആളുകളും ജോലി ചെയ്യുന്നത്. പിന്നെ കേരളത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഈ പറയുന്ന ആരിഫാണെങ്കിലും മുൻ അവിടുത്തെ MP ആയിരുന്ന KC വേണുഗോപാലും സംസ്ഥാന ടൂറിസം മന്ത്രിയായിരുന്ന KC വേണുഗോപാലും ഈ CPM-ഉം ഈ ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരു കുന്തവും ചെയ്തിട്ടില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരു ബൈപ്പാസ് പണിയുവാനും അവിടെ കുറച്ച് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനും ശ്രമിച്ചത് G. സുധാകരൻ തന്നെയാണ്. ഉറപ്പായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയ വടംവലികളുണ്ട്, വലിയ പ്രശ്നമുണ്ട്. ഈ ആരിഫിനെതിരെ പ്രശ്നമുണ്ട്, അവിടെയുള്ള CPM നേതൃത്വത്തിനെതിരെ പ്രശ്നമുണ്ട്. കാരണം ആ പാർട്ടിക്കകത്ത് തമ്മിലടി വലിയ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ പലരെയും പുറത്താക്കുകയും അങ്ങനെയുള്ള നടപടികളൊക്കെ എടുക്കുകയും പാർട്ടിക്കെതിരെ തന്നെ, അതായത് പാർട്ടി നേതൃത്വത്തിനെതിരെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ ഈ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ CPM-ൻ്റെ പാർട്ടി കേഡേഴ്സും പാർട്ടി മെമ്പേഴ്സും ബ്ലോക്കായിട്ട് ആരിഫിന് വോട്ട് ചെയ്യുമോ? കാരണം ഇവിടുത്തെ പ്രശ്നമുണ്ട്. ആലപ്പുഴ പാർട്ടിക്കകത്ത് വലിയ ശക്തമായ വാദമുണ്ടായിരുന്നു. ആരിഫാണെങ്കിലും അവിടുത്തെ ചില MLA-മാരാണെങ്കിലും CPM-ൻ്റെ മുസ്ലിം പേരുകളുള്ള പൊളിറ്റീഷ്യൻസ് വ്യക്തമായ വർഗീയതയുണ്ട് എന്നത് കോൺഗ്രസ് അല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് CPM-ലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പല യോഗങ്ങളിലും. അപ്പം ഇങ്ങനെയുള്ള പല പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആലപ്പുഴയിൽ ഉണ്ടാകുമ്പോൾ ആരിഫാണോ ജയിക്കുന്നത്, അതോ വേണുഗോപാലാണോ ജയിക്കുന്നത്, അതോ അവിടെ എല്ലാം മറ്റുള്ള പോളറൈസേഷൻ, ജാതി പോളറൈസേഷൻ കയറി വന്ന് ഈഴവ വോട്ടുകളോട് കൂടി ശോഭാ സുരേന്ദ്രൻ അവിടെ ഡാർക്ക് ഹോൾസ് ആകുമോ? ഇതൊക്കെയാണ് ആലപ്പുഴയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ആലപ്പുഴ എന്ന് പറയുന്നത് ആരിഫിന് കേക്ക് വാക്കല്ല, വേണുഗോപാൽ നടന്ന് ജയിക്കുന്നതൊക്കെ ചുമ്മാതുള്ള ധാരണയാണ്. കാരണം ഈ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ വീക്കായിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് 3-4 കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ പോയൊരു ഡിസ്ട്രിക്റ്റാണ്. CPM-ൻ്റെ വിപ്ലവ മണ്ണാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ആ വിപ്ലവ മണ്ണ് ഇപ്രാവശ്യം 2024 ഇലക്ഷനിൽ KC-യെ തോൽപ്പിക്കുമോ? ഇതാണ് അടുത്ത ചോദ്യം. അതോ ആരിഫിന് അനുകൂലമായിട്ട് മുസ്ലിം വർഗീയ പ്രീണനത്തിൽ CPM-കാരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമോ? അതോ മറ്റൊരു റിലീജിയസ് പോളറൈസേഷനിൽ കൂടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ടോ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ.